നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് നാടെങ്ങും ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ കുന്നമംഗലം മണ്ഡലത്തിൽ UDF സർപ്രൈസ് സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് സൂചന. LDF സ്ഥാനാർത്ഥിയായി വീണ്ടും PT റഹീം തന്നെയാണ് മത്സരരംഗത്തിറങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നമംഗലം മണ്ഡലത്തിൽ PT റഹീം തന്നെയായിരിക്കും LDF സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പായതോടെ UDFിൻ്റെ സ്ഥാനാർത്ഥി ആരാകുമെന്ന ആകാംക്ഷയിലാണ് അണികൾ. കുന്നമംഗലം മണ്ഡലം മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റാണ്. എന്നാൽ കഴിഞ്ഞ 2 തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിച്ചത്. 2016 ടി സിദ്ദീഖും 2021 DCC സെക്രട്ടറി ദിനേശ് പെരുമണ്ണയും. ഇക്കുറി ലീഗ് തന്നെ മത്സരിക്കണമെന്നാണ് അണികളുടെ വികാരം. മികച്ച സ്ഥാനാർത്ഥിയാണെങ്കിൽ 15 വർഷം മുമ്പ് കൈവിട്ട മണ്ഡലം പിടിച്ചെടുക്കാനാവുമെന്നാണ് ലീഗ് അണികളുടെ ആത്മവിശ്വാസം. പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഇത്തവണ സ്ഥാനാർത്ഥി ഉണ്ടാവണമെന്നാണ് യൂത്ത് ലീഗ് അടക്കമുള്ളവരുടെ ആവശ്യം. ആരായിരിക്കും ഇക്കുറി സ്ഥാനാർത്ഥിയെന്ന നാട്ടിൻപുറത്തെ ചർച്ചകളിൽ സർപ്രൈസ് എൻട്രി ഉണ്ടാവുമെന്നാണ് ലീഗ് പ്രാദേശിക നേതാക്കൾ പറയുന്നത്. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് മത്സരിക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും അദ്ദേഹത്തിന് കുന്നമംഗലത്ത് മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്നാണ് അറിയുന്നത്. കുന്നമംഗലത്ത് 2 തവണ MLA ആയിരുന്ന UC രാമൻ മത്സരിക്കാനും സാധ്യതയുണ്ട്. പെരുവയിൽ പഞ്ചായത്തിലെ PK ഷർഫുദ്ദീൻ മത്സരിക്കണമെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ വാദം. അതേസമയം കുന്നമംഗലം സീറ്റ് ലഭിക്കണമെന്ന് CMP UDFിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കുറി കോണി ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന ശക്തമായ ആവശ്യം ലീഗ് അണികൾക്കുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MK രാഘവൻ 23,251 വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷം മണ്ഡലത്തിൽ നേടിയിട്ടുണ്ട്. MK രാഘവൻ 88,003 വോട്ടുകൾ നേടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന എളമരം കരീം 64,762 വോട്ടാണ് നേടിയത്. എല്ലാ പഞ്ചായത്തുകളിലും MK രാഘവനാണ് ലീഡ് നേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം മാറ്റമുണ്ടെങ്കിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുന്നമംഗലം മണ്ഡലത്തിൽ UDF 9,407 വോട്ടിൻ്റെ ലീഡ് നേടിയിട്ടുണ്ട്. നിലവിൽ കുന്നമംഗലം, ചാത്തമംഗലം, മാവൂർ, പെരുവയിൽ, പെരുമണ്ണ പഞ്ചായത്തുകൾ UDF ആണ് ഭരിക്കുന്നത്. LDFന് ഒളവണ്ണ മാത്രമാണ് ഭരണമുള്ളത്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മാവൂർ.